നമസ്കാരം. ഇടയ്ക്ക് ഞാൻ പൗരോഹിത്യം ഉപേക്ഷിക്കുന്നു, സഭാവസ്ത്രം ഊരി വെക്കുന്നു എന്നൊക്കെ പറഞ്ഞ മാർ കുർലോസ് എന്നൊക്കെ പറഞ്ഞ ഒരു പുരോഹിതനുണ്ട്. ക്രിസ്ത്യൻ സഭയിൽ തന്നെ നിരവധി സഭകളും റീത്തും മറ്റുമൊക്കെ ഉണ്ട്. ഒരു സമയത്ത് കമ്മ്യൂണിസ്റ്റ് പുരോഹിതൻ എന്നൊക്കെയാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത്. പക്ഷേ പിന്നീട് ഇടക്കാലത്ത് തുടർഭരണം വേണ്ട എന്ന തരത്തിലൊരു ഡയലോഗ് അടിച്ചപ്പോൾ പിണറായി വിജയൻ അന്നൊരു പ്രസ്താവന നടത്തിയിരുന്നു, പുരോഹിതരുടെ കൂട്ടത്തിലും ചില വിവരം കെട്ടവരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അതോടുകൂടി ഇയാളുടെ പത്തി ഒന്ന് മടങ്ങിയതാണ്. ഇപ്പോൾ തന്ത്രപൂർവ്വം UDFൻ്റെ പക്ഷത്തേക്ക് ചാഞ്ചരിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇയാൾ വോട്ട് ചെയ്തതിന് ശേഷം വന്നിട്ട് പറഞ്ഞ പ്രസ്താവനയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതായത് ഇനി തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. ഇനി തിരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല എന്ന തരത്തിലാണ്. ഈ ഒരു ചോദ്യവും ഇത്തരം ചില സംശയങ്ങളും നമ്മൾ 2014 മുതൽ കേൾക്കുന്നതാണ്. 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പോൾ പ്രധാനപ്പെട്ട പല ആരോപണങ്ങളിലൊന്ന് ഇനി ഇതിവിടെ തിരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല, നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ ഭരണമായിരിക്കും, തിരഞ്ഞെടുപ്പുകളൊക്കെ നിർത്തലാക്കും, അവർ ഭരണഘടന തിരുത്തും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതിനുശേഷം ഇവിടെ എത്രയെത്ര തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏതാണ്ട് 100ഓളം തിരഞ്ഞെടുപ്പിൽ നയിച്ചിട്ട് രാഹുൽ ഗാന്ധി എന്ന പപ്പ് പോലും തോറ്റു. കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാം കണക്കാണ് ഞാൻ പറയുന്നത്. ഇവിടെ 10-28 സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ 2-3 തവണ അവിടങ്ങൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ 100-അടുത്തെത്തി. പിന്നീട് 2014, 2019, 2024 ലോകസഭാ തെരഞ്ഞെടുപ്പ്. ഇത്രയും കഴിഞ്ഞിട്ടും ഈ ജനാധിപത്യത്തെ പറ്റിയോ ഭരണഘടനയെ പറ്റിയോ അന്ന് വേവലാതിപ്പെട്ടവരൊന്നും ഇന്ന് വേവലാതിപ്പെടുന്നില്ല. എന്നിട്ടും ഈ ചുവപ്പ് പുരോഹിത വേഷമിട്ട ഇയാളൊക്കെ നിന്നിട്ട് എന്ത് പൊട്ടത്തരമാണ് ഈ വിളിച്ച് പറയുന്നത് എന്നാണ് ചോദിക്കാനുള്ളത്. ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ തെരഞ്ഞെടുപ്പ് വാർത്തയിലായിരുന്നു. പക്ഷേ അതിൻ്റെ കൂടെ ദേശീയ വാർത്തയായിട്ട് വന്നൊരു വാർത്തയുണ്ട്. പാർലമെൻറ്റിൽ 33% വനിതാ സംവരണം, ആ ബില്ലൊക്കെ നേരത്തെ അവതരിപ്പിച്ചാണ്. ഇനി അതിൽ ചർച്ച നടക്കുന്നു, ഇനി പാസ്സാക്കി എടുക്കണം. അതിൽ കക്ഷി രാഷ്ട്രീയമന്യേ എല്ലാ MPമാരും എല്ലാ പാർട്ടിക്കാരും അതിനെ പിന്താങ്ങണം. കാരണം സ്ത്രീ ശാക്തീകരണം എന്നത് നമുക്ക് വെറും വാക്കുകൊണ്ട് പറയേണ്ടതല്ല, നമുക്ക് പ്രവൃത്തിയിൽ കൊണ്ടുവരണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കോൺഗ്രസ് ഒക്കെ എതിർക്കുമായിരിക്കും. അതിൻ്റെ ഏറ്റവും വലിയ വിരോധാഭാസം ഷമാ മുഹമ്മദിനെ പോലുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് സീറ്റ് പോലും കിട്ടുന്നില്ല, സീറ്റ് പോലും കൊടുക്കുന്നില്ല. അപ്പോൾ അവർക്കൊക്കെ സീറ്റ് കിട്ടാനുള്ള ഒരു അവസരമാണ് ഈ 32% സംവരണം വന്നാൽ തന്നെ. ഇത്തവണ തന്നെ കോൺഗ്രസിന് വേണ്ടിയിട്ട് ആകപ്പാടെ 7 വനിതകളെന്തുമാണ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നത് BJPക്കാണ്. അപ്പോൾ BJPക്ക് 33 വന്നാലും 43 വന്നാലും അവരെ സംബന്ധിച്ച് പ്രശ്നമില്ല, അവർ റെഡിയാണ് 33%. പക്ഷേ കോൺഗ്രസിനെ പോലുള്ളവർ എതിർക്കും, ഈ ക്ഷമയെ പോലുള്ളവരും എതിർക്കും. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? 2029 തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. മാത്രമല്ല ഈ മണ്ഡല പുനർനിർണ്ണയം നടത്തുകയാണ്. ഇപ്പോൾ 543 MPമാരാണ് ഉള്ളതെങ്കിൽ 813 അതിൻ്റെ മുകളിലേക്ക് പോകാൻ പോവുകയാണ്. നമ്മുടെ കേരളത്തിൽ പോലും 25-ന് മുകളിൽ MPമാരുണ്ടാവാൻ പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ വരുന്ന ഭാവിയിലെ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടിട്ടാണ് കേന്ദ്ര സർക്കാർ അത്തരം നീക്കങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പുകൾ ഇവിടെ ഉണ്ടാവുമെന്ന കാര്യം ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. അത് 100 അല്ല 200% ഉറപ്പാണ്. അപ്പോഴാണ് വിവരമുണ്ട്, വിദ്യാഭ്യാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഈ ചുമലയിട്ട, നേരത്തെ ഈ വെള്ളയടിച്ച കുഴിമാടങ്ങൾ എന്നൊക്കെയാണ് ചിലരെ വിളിക്കുന്നത്, പക്ഷേ ഇയാൾ ചുമലയാണല്ലോ ഇട്ടിരിക്കുന്നത്. ഇയാളെ പോലുള്ളവർ വന്നിട്ട് ഈ പൊട്ടത്തരം വിളിച്ച് പറയുമ്പോൾ ഇയാളുടെ കുറച്ച് ചരിത്രം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഈ മണ്ടനുണ്ടല്ലോ, ഈ മണ്ടൻ എന്ന് തന്നെ ഇയാളെ വിളിക്കണം. കാര്യം ഏതോ ഒരു ബിരുദൻ ഈ ഫോണിലൂടെ വിളിച്ച് ഇയാളെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തു. ഇയാളുടെ എന്തോ രഹസ്യം കയ്യിലുണ്ടെന്നോ അല്ലെങ്കിൽ ഇയാളുടെ ഏതോ തട്ടിപ്പ് പിടിച്ചിട്ടാണ് അവർ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഇയാൾ ഏതാണ്ട് 30 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഏതോ ഒരു ബിരുദൻ ബംഗാളിയോ മറ്റോ ചെയ്താണ്, അല്ലെങ്കിൽ വല്ല നൈജീരിയക്കാരനൊക്കെ ചെയ്തായിരിക്കും. അതിൽ പേടിച്ചിട്ട് കയ്യിലുള്ള കാശെടുത്ത് കൊടുത്ത ഒരു മണ്ടനാണ് ഈ പുരോഹിതൻ. എന്നാൽ കാശ് പോയ കാര്യം പോട്ടെ, മിണ്ടാതിരുന്നുകൂടെ? അത് വന്ന് പുറത്ത് പറയുകയും ചെയ്തു. പിന്നീട് അത് പോലീസിൽ കൊണ്ട് പരാതിയും കൊടുത്ത് അവർ കളിയാക്കി വിട്ടു. നിങ്ങളിങ്ങനെ ആരെങ്കിലും വിളിച്ച് ഫോണിൽ കൂടെ നിങ്ങളെ ഡിജിറ്റലായിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നു, നിങ്ങൾ ഇത്ര രൂപ തന്നാൽ മാത്രം നിങ്ങളെ വിടാമെന്ന് പറയുമ്പോൾ ഈ എന്താ പറയുക, മണ്ടന്മാർ പോലും അതിലൊന്നും വീഴത്തില്ല. ഇപ്പോൾ മലയാളികളുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഇയാൾ അതിൽ പോയി വീഴുകയും അവർക്ക് 10-30 ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്ത ഒരു മണ്ടൻ പുരോഹിതനാണ് ഇയാൾ. ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് കണ്ടപ്പോഴായിരിക്കും ഒരുപക്ഷെ അയാൾ സഭാവസ്ത്രമൊക്കെ ഊരി വെക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോഴും ആ സാധനം ഇട്ടിട്ടുണ്ട്. ഇനി അതെല്ലാം പോട്ടെ, ഇങ്ങനെ ആരെങ്കിലും വിളിച്ച് ഭീഷണിപ്പെടുത്തിയാൽ ഇയാൾ എന്തിനാണ് കാശ് കൊടുക്കുന്നത്? ഇയാൾ വല്ല ഹണി ട്രാപ്പിലും പെട്ടിട്ടുണ്ടോ? അതോ ഇയാൾ ഇനി കള്ളപ്പണം വല്ലതും വെളുപ്പിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും? ഇപ്പോൾ നിങ്ങളെ ആരെങ്കിലും ഫോണിൽ കൂടെ വിളിച്ച് വരട്ടെയാണ്, നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, ഇന്നതാണ് കുറ്റം, ഇത്ര രൂപ തന്നാൽ നിങ്ങളെ വെറുതെ വിടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നതറിയല്ല, നമ്മൾ തിരിച്ചു വിളിക്കും. ശരിയല്ലേ? ഇയാൾ ഉടനെ കാശ് എടുത്ത് കൊടുത്തിരിക്കുന്നു. ആ മണ്ടനാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വന്ന് അഭിപ്രായം പറയുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ശരിക്കും ഇയാൾ വല്ല ഹണി ട്രാപ്പിലും പെട്ടിട്ടുണ്ടോ? അതോ ഇനി നോട്ടിൽ എട്ടിപ്പുണ്ടോ? ഈ FCRയെ പറ്റി ഇയാൾ ഇത്ര വേവലാതിപ്പെടുന്നതിൻ്റെ കാര്യം എന്താ? മടിയിൽ കനമുള്ളവന് മാത്രം പേടിച്ചാൽ മതിയെന്നേ. അപ്പോൾ ഈ അച്ഛന് ഈ ഡിജിറ്റൽ അറസ്റ്റുമൊക്കെ ആയിട്ട് നമ്മൾ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ സംതിങ് ഫിഷി അല്ലേ, ആർക്കും തോന്നും.